അറബിക്കടലിൽ കാർഗോ ഷിപ്പ് അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യം കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നിരുന്നു. കേരളത്തിൻ്റെ തീരത്ത് നിന്ന് കുറച്ച് ഉൾക്കടലിലേക്ക് ഒരു 6 മുതൽ 8 വരെ കാർഗോ വലിയ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നും ആ വീണതിൻ്റെ കാർഗോയിൽ അപകടകരമായ ഗുഡ്സ് ഉണ്ട്, സൾഫർ കണ്ടൻ്റ് ഉള്ള ഗുഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേരള തീരത്തിൻ്റെ വടക്കൻ കേരളത്തിൻ്റെ തീരത്തേക്കാണ് വരാൻ ഏറ്റവും സാധ്യത ഇപ്പോഴുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ആരും അത് സ്പർശിക്കരുത്, അതിനടുത്തേക്ക് പോകരുത്. ആ വിവരം ഉടൻ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇപ്പോൾ പൊതുജനങ്ങളോട് ഈ അലർട്ട് പങ്കുവയ്ക്കുന്നത്. ഇത്തരം ഒരു കാർഗോ കണ്ടു കഴിഞ്ഞാൽ, എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. 112-ൽ വിളിച്ചറിയിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും. ഇപ്പോൾ സാധ്യത കൂടുതൽ വടക്കൻ കേരള തീരത്തിലേക്കാണ്. കാരണം ഇപ്പോഴത്തെ അത് വീണ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഇൻകോയ്സിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ശരത് ആപ്ലിക്കേഷനിൽ വടക്കൻ തീരത്തേക്കാണ് എത്താൻ സാധ്യതയായി പ്രോബബിലിറ്റി കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. ചിലപ്പോൾ കാർഗോ തെക്കോട്ടങ്ങൊഴുകി നമ്മളുടെ കടൽ തീരത്ത് നിന്നേ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദയവായി ഈ വിവരം അറിയിക്കുന്നു. ആരെങ്കിലും ഇത് കണ്ടാൽ തുടരുത്, അടുത്തു പോകരുത്. 112-ൽ വിളിച്ചറിയിക്കുക. അതിന് ഉചിതമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് മാത്രം അറിയിക്കും. എന്തായാലും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കപ്പലിൽ നിന്നും കൂടുതൽ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു ചരക്ക് കപ്പൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും ജീവനക്കാരെ രക്ഷിക്കുന്നത്. നാവികസേനയുടെ കപ്പൽ ഉടൻ തന്നെ അപകട സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 15 പേർ കപ്പൽ തുടരുന്നു എന്നുള്ളതാണ്. കപ്പൽ 25 ഡിഗ്രിയോളം ചരിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും കപ്പൽ അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ്. ആളുകളെ രക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുന്നു. കപ്പൽ എവിടെയാണെന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകളെ മറ്റൊരു ചരക്ക് കപ്പലെത്തിച്ച് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും ജീവനക്കാരെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇനി ആ കപ്പലിൽ, അപകടത്തിൽപ്പെട്ട കപ്പലിൽ വളരെ കുറച്ച് ജീവനക്കാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 24 ജീവനക്കാരിൽ ഭൂരിപക്ഷം ജീവനക്കാരെയും യാതൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത കൂടി ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. കിരൺ, എന്തായാലും ഈ കപ്പൽ എവിടെയാണ് എന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. കപ്പൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നേവിയുടെ സഹായത്തോടെ പ്രത്യേക കപ്പൽ എത്തിച്ച് അവിടെ നിന്നും ആ കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കുകയാണ്. ഇനിയും കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അത് സുരക്ഷിതമാക്കുക എന്നുള്ള അടുത്ത ദൗത്യം, അടുത്ത ഘട്ടം അതാണ്. അപ്പോൾ കപ്പലിൽ അവശേഷിക്കുന്നവരെ രക്ഷിക്കാനുള്ള ദൗത്യവും ഇപ്പോൾ കടലിനുള്ളിൽ, ഉൾക്കടലിൽ അത്തരം രക്ഷാദൗത്യങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുക? ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ 24 പേർ ആ കപ്പലിലുണ്ടായിരുന്നു, അപകടത്തിൽപ്പെട്ട കപ്പൽ. പക്ഷേ അതിൽ നിന്നും ഭൂരിപക്ഷം ജീവനക്കാരെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാവികസേനയുടെ പ്രത്യേക കപ്പൽ ഈ കൃത്യമായി അപകടത്തിൽപ്പെട്ട കപ്പലിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ നിന്നും അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും ജീവനക്കാരെ രക്ഷിക്കുന്നു. ഇനി കടൽ പതിച്ച കണ്ടെയ്നറുകൾ സുരക്ഷിതമാക്കുക എന്നുള്ള രക്ഷാദൗത്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, ശാലിനി നൽകിയ വിവരങ്ങൾ, ഈ ഷിപ്പ് എവിടെയാണ്, അപകടത്തിൽപ്പെട്ട ഷിപ്പ് എവിടെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ആ ഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ റഡാർ സംവിധാനം, നമ്മുടെ നാവികസേനയുടെ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട കപ്പൽ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ കപ്പലിനടുത്തേക്ക് മറ്റൊരു കപ്പൽ, ചരക്ക് കപ്പൽ എത്തിച്ച് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം തുടരുകയാണ്. അങ്ങനെ തന്നെയല്ലേ ശാലിനി? തീർച്ചയായും വിനോദ, അത്തരത്തിൽ തന്നെയാണ്. നമുക്കിപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഔദ്യോഗികമായിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ വരികയാണ്. 75 ഡിഗ്രി 46 മിനിറ്റ് ലോഞ്ചിറ്റ്യൂഡിലും ഒപ്പം തന്നെ ലാറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 9 ഡിഗ്രി 30 മിനിറ്റ്സ് 0 സെക്കൻഡ് ലാറ്റിറ്റ്യൂഡിലുമാണ് ഈ ഷിപ്പ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുന്നത്. അതിന്റെ പൊസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 25 ഡിഗ്രിയോളം അല്ലെങ്കിൽ അത്രയധികം രീതിയിലാണ് ആ കപ്പൽ ചരിഞ്ഞു കിടക്കുന്നത്.
ഇതിൽ മന്ത്രി വാസവൻ അടക്കമുള്ളവർ ചില പ്രതികരണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ജീവനക്കാരെ രക്ഷിക്കുക എന്നുള്ള കാര്യത്തിനാണ് പ്രഥമ പരിഗണന നൽകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും അത്തരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. നാവികസേനയുടെ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ലൊക്കേഷൻ സ്ഥിരീകരിച്ചുകൊണ്ട് ജീവനക്കാരെ എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തുക, പിന്നീട് കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കടക്കുന്നത്. അല്പസമയം മുമ്പ് പ്രതികരിച്ച ഹൈഡ്രോഗ്രാഫർ അടക്കമുള്ളവർ വ്യക്തമാക്കിയതുപോലെ രാത്രി വൈകുകയാണ്, ഈ കടൽ പ്രക്ഷുബ്ധമാണ്, കള്ളക്കടൽ പ്രതിഭാസം തുടരുന്ന ഒരു സാഹചര്യം, ഉയർന്ന തിരമാല കേരള തീരത്ത് ഉള്ളൊരു സാഹചര്യം നിൽക്കുന്നു. ഒപ്പം തന്നെ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുന്നു, കാലവർഷം എത്തിയതിന്റെ ശക്തമായ കാറ്റ് ഒരു ഭാഗത്ത് തുടരുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കാറ്റിന്റെ ഗതി വടക്കോട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വടക്കൻ കേരള തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പം തന്നെ ഫിഷറീസ് പോലീസും കോസ്റ്റൽ പോലീസ് അടക്കമുള്ളവർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഷിപ്പിൽ ഉണ്ടായിരുന്നത് 24 പേരാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കേരള തീരത്ത് എവിടെ വേണമെങ്കിലും ഈ ഷിപ്പിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അല്പസമയത്തിനകം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ഒപ്പം തന്നെ തൃശൂർ, കൊച്ചി, ആലപ്പുഴ തീരം കൂടുതൽ ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഏറ്റവും പുതിയതായി ഈ KSTMയുടെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതായത് വടക്കൻ കേരളത്തിലേക്ക് മാത്രമല്ല, മധ്യ കേരള തീരത്തേക്കും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്കും ഈ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ കടലിൽ പതിച്ചിരുന്ന കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട രാസവസ്തുക്കൾ തന്നെയാണ് കടലിൽ പതിച്ചിട്ടുള്ളത്. 8ഓളം വരുന്ന കണ്ടെയ്നറുകളിൽ അതിൽ സൾഫർ ഉണ്ട്, ലോ റേഞ്ചിൽ സൾഫർ അടങ്ങിയ കണ്ടെയ്നറുകൾ പതിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ മറൈൻ ഓയിൽ പതിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിൽ ഈ കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പരിചിതമല്ലാത്ത വസ്തുക്കൾ കടലിലോ കടൽ തീരത്തോ കണ്ടാൽ പൊതുജനങ്ങൾ അതിനെ തുടരുത്, അത് സ്പർശിക്കരുത്. അത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോസ്റ്റൽ പോലീസിനെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനെയും അറിയിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ മണിക്കൂറിലും തുടരുകയാണ്. എന്തായാലും ശക്തമായ മഴ, ശക്തമായ കാറ്റ്, ഒപ്പം തന്നെ ഉയർന്ന തിരമാല, ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു സമയം ജാഗ്രത വേണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്കായി കോസ്റ്റൽ പോലീസും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര ചെറിയ കപ്പലൊന്നും അല്ല കടലിൽ ചരിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ കടലിൽ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. 184 മീറ്റർ നീളമുള്ള ഒരു ഷിപ്പാണ്. അതിൽ ഏകദേശം എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം പോലും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും മദർഷിപ്പിൽ എത്തിയ കണ്ടെയ്നറുകൾ ശേഖരിച്ച ശേഷം കൊച്ചി പോർട്ടിലേക്കും ഇന്ന് രാത്രി 10 മണിയോടുകൂടി കൊച്ചി പോർട്ടിലെത്തി അവിടെ ഈ കണ്ടെയ്നറുകൾ ഇറക്കാനും ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തിയതിനു ശേഷം തൂത്തുക്കുടി പോർട്ടിലേക്ക് പോകാനിരുന്ന ഷിപ്പാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതിൽ അപകടത്തിൽപ്പെട്ട ഷിപ്പിൽ ഉണ്ടായിരുന്നത്, അതിൽ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള രാസവസ്തുക്കളാണ് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും നാവികസേനയുടെ കൃത്യമായ ഇടപെടൽ ഈ ഘട്ടത്തിൽ നടക്കുകയാണ്. കോസ്റ്റൽ പോലീസിന്റെയും ഒപ്പം തന്നെ മറ്റ് ഹെലികോപ്റ്റർ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മറ്റ് നടപടികളിലേക്കും രക്ഷാപ്രവർത്തനത്തിലേക്കും കടക്കാനാണ് ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി, നാവികസേന ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് അടക്കം ശ്രമിക്കുന്നത്. വിനോദ്, തീർച്ചയായും ശാലിനി നൽകുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കിരൺ കൂടി ചേരുന്നു. കിരൺ, രക്ഷാദൗത്യം അതിൻ്റെ സമ്പൂർണ്ണമായി വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഭൂരിപക്ഷം പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കപ്പലിലെത്തിയാണ് അവിടെ കൃത്യമായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്.